അസ്സലാമു അലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഓട്സിൻ്റെ ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു നല്ല അടിപൊളി വിഭവമാണ്, നല്ല ടേസ്റ്റാണ് ഈ ഒരു ഓംപ്ലേറ്റ്. നമുക്കതിലേക്കുള്ള റെസിപ്പിയൊക്കെ കിടക്കാം. ഞാനിപ്പോൾ ഒരു 100 മുതൽ 150 ഗ്രാം വരെ നമുക്ക് ഓട്സ് എടുത്തിട്ടുണ്ട്. ഈ ഓട്സ് നമുക്കൊന്ന് കുതിർത്തി വെക്കണം. ഒരു 5-10 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. ഞാനിപ്പോൾ ഓട്സ് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂട്ട് റെഡിയാക്കാം. ഓട്സ് ഒന്ന് കുതിരുന്ന നേരം കൊണ്ട് അതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഇപ്പോൾ തക്കാളിയാണ്, ഒരു ചെറിയൊരു തക്കാളി അരിഞ്ഞതാണ്. നിങ്ങൾക്ക് കുരു വേണ്ടെന്നുണ്ടെങ്കിൽ കുരു ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് അരിയാം. ഞാനിപ്പോൾ ചെറിയൊരു തക്കാളി ചെറിയതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇപ്പോൾ അത് ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കത്തിൻ്റെ മീഡിയം സൈസുള്ള ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഒരു എരിവിനായിട്ട് 2 പച്ചമുളക്. ഇനി ഞാൻ എടുക്കുന്നത് ക്യാരറ്റാണ്, ഒരു ചെറിയൊരു ക്യാരറ്റ് മൊത്തത്തിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഒരു 2 സ്പൂണോളം മല്ലിയില എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞ് തന്നെ. കുരുമുളക് പൊടി 1/2 സ്പൂണിൻ്റെ അടുത്ത് കുരുമുളക്, ഒരു 1/2 സ്പൂണിൻ്റെ അടുത്ത് ഉപ്പും കൂടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഓട്സ് കുതിർത്തി വെച്ചിരുന്നല്ലോ വെള്ളത്തിൽ, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിക്കണമെന്ന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഓട്സ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇനി ആ ഓട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ എരിവൊക്കെ ഉണ്ടോയെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ പാന് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒഴിച്ചെടുക്കാം. ഒലിവ് ഓയിലാണ് കൂടുതൽ ബെറ്റർ. വെയിറ്റ് ലോസിൻ്റെ സംഭവമായതുകൊണ്ട് ഒലിവ് ഓയിലൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി ടേസ്റ്റ് ഒലിവ് ഓയിലിനാണ്. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടതിന് ശേഷം നമുക്കിത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ഓംപ്ലേറ്റ് മതി. ഈ ഒരു വലുപ്പത്തിനുള്ള ഒരു ഓംപ്ലേറ്റ് മതി നമുക്ക് ഒരാൾക്ക് കഴിക്കാൻ തന്നെ ധാരാളമാണ്. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മൂടി വെച്ച് വേവിക്കാൻ. ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിടാം. റെഡിയായി വന്നിട്ടുണ്ട് നമ്മളെ ഓംപ്ലേറ്റ്. അടിപൊളിയായിട്ടുള്ള വെയിറ്റ് ലോസിന് പറ്റിയ ഒരു ഡയറ്റിങ്ങിൻ്റെ അടിപൊളി ഓംപ്ലേറ്റാണ് ഓട്സ് ഓംപ്ലേറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു എരിവും അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസും എല്ലാം കൂടി ചേർന്നതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു ഓംപ്ലേറ്റും കൂടിയാണ്. എല്ലാവരും ഇപ്പോൾ വീട്ടിലൊക്കെ ഇരുന്ന് കുറച്ച് തടിയൊക്കെ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ ഡയറ്റ് എല്ലാവരും ഇപ്പം ശ്രമിക്കുന്നതാണ്. അവർക്കൊക്കെ പറ്റിയ അടിപൊളി ഓംപ്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഈ ഒരു നല്ലൊരു ഓംപ്ലേറ്റ് എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത പ്രാവശ്യം വീണ്ടും കാണാം.